എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 51 ശ്ലോകം 52, 53, 54, 55, 56 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. മുചുകുന്ദ സ്തുതി, ഗഹനമായ സ്തുതി തുടരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 52. പുരാരതേർ ഹേമ പരിഷ്കൃതൈശ്ചരൻ മതംഗജേർവാ നരദേവ സംജ്ഞിത സയേവ കാലേന ദുരത്യേന തേ കളേബരോ വിട്കൃമീൻ സംജ്ഞിത. ഹേ ഭഗവൻ, കാലമെന്നു പേരുള്ള അങ്ങയുടെ ആ ശക്തിയെ ആർക്കും തടുക്കാൻ കഴിയില്ല. പണ്ട് ഗജതുരക രഥാദികളാൽ ചുറ്റപ്പെട്ട് സഞ്ചരിച്ചിരുന്ന സമയം, ആന, രഥം, കാലാള്, ഇതൊക്കെ അതുകൊണ്ടൊക്കെ ചുറ്റപ്പെട്ട് സഞ്ചരിച്ചിരുന്ന ആ സമയത്ത് ഏത് ശരീരത്തിൽ ആരോപിച്ചിരുന്നുവോ അതേ ശരീരം ഭഗവാനെ അവിടുത്തെ കാലാഖ്യ ശക്തിയാൽ അതിക്രമിക്കപ്പെട്ടപ്പോ എന്തായി? ആ ശരീരം നശിച്ചു പോയപ്പോ എന്നർത്ഥം. മലം, കൃമി, ഭസ്മം എന്നുള്ള പേരുകളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കണം അല്ലെ? നിർജീവമായ ആ ദേഹത്തെ കുറുക്കൻ മുതലായിട്ടുള്ള ഏതെങ്കിലും ചില ജന്തുക്കൾ ഭക്ഷിച്ചാൽ മലമായിട്ട് ഭവിക്കണു. ഭക്ഷിക്കാതെ ഒരിടത്ത് കിടന്ന് അളിയുന്നതായാൽ പുഴുക്കളായി ഭവിക്കണു. ദഹിപ്പിച്ചാലോ ഭസ്മമായിട്ട് പോകുന്നു. ഇത്ര നിസ്സാരമായ ദേഹത്തെ രാജാവെന്നും മറ്റും വിചാരിച്ച് അഹങ്കരിക്കുന്ന മൂഢതയെക്കുറിച്ച് പറയാൻ പ്രയാസം. അതുകൊണ്ട് എന്താ പറയണെന്ന് വെച്ചാൽ, മനുഷ്യത്വം സിദ്ധിച്ചാൽ ഭഗവാനെ ഭജിക്കണം. അപ്പോൾ മാത്രമേ ആ നിരതിശയമായ നിജാനന്ദം സിദ്ധിക്കുള്ളൂ. അല്ലാതെ രാജാവാണ്, ഞാൻ ആട്യനാണ്, ബ്രാഹ്മണനാണ് എന്നിങ്ങനെ അഹങ്കരിക്കുന്നവരുടെ അവസാന ഫലം എന്തോ? മലയായിട്ടോ കൃമിയായിട്ടോ ഭസ്മായിട്ടോ ഒക്കെ ഭവിക്കും. അതല്ലേ? ആ ഒരു വിചാരം എപ്പോഴും ഉണ്ടാകണം. യോനേ സഹസ്രാണി ബഹൂനി ഗത്വാ ദുഃഖേന ലബ്ധ്വാപി ച മാനുഷത്വം സുഖാവഹം യേ ന ഭജന്തി വിഷ്ണു തേ വൈ മനുഷ്യാത്മനി ശത്രുഭൂതാഹ. ബഹുയോനികളിൽ ജനിച്ച ശേഷം എത്രയോ കാലം ചെയ്ത പുണ്യത്തിന്റെ ഫലം കൊണ്ട് സ്വരൂപാനന്ദം അനുഭവിക്കാൻ ഉപകരിക്കുന്ന മനുഷ്യ ശരീരം സിദ്ധിച്ചിട്ടും വിഷ്ണുവിനെ ഭജിക്കാത്തവര് മനുഷ്യജന്മത്തിൽ അവർക്ക് അവർ തന്നെ ശത്രുക്കളായി ഭവിച്ചവർ ആകുന്നു. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. നിർജിത്യതിക്ചക്രമഭൂത വിഗ്രഹോ വരാസനസ്ഥ സമരാജവന്ദിത ഗൃഹേഷു മൈഥുന്യസുഖേഷു യോഷിതാം ക്രീഡാമൃഗ പൂരുഷൈശ നീയത്തെ. ചക്രവർത്തിയായിട്ട് ഭവിച്ചാലും അല്ലെ സ്വാതന്ത്ര്യമൊന്നുമില്ല, പരാധീനനായിട്ട് തന്നെ കാലം കഴിക്കേണ്ടി വരുന്നു. ഒരു ചക്രവർത്തിക്കും കൂടി ഈ മരണത്തെ അതിക്രമിക്കാൻ സാധിക്കില്ല. അത് കാണിക്കണം. ഹേ ഈശ്വര, നിന്തിരുവടിയുടെ മായയെ അതിക്രമിക്കാൻ ആർക്കും സാധിക്കുന്നതല്ല. മഹാപരാക്രമശാലിയായ ഒരാള് 4 ദിക്കിലുമുള്ള രാജാക്കന്മാരെ ജയിക്കാൻ പുറപ്പെടുകയും ഉയർന്നവരും തുല്യന്മാരുമായ സകല നൃപതികളെയും ജയിച്ച ശേഷം തന്നോട് നേരിടുവാൻ തക്ക ബലവീരസമ്പന്നന്മാർ ലോകത്തിൽ ഇല്ല എന്ന് വരുത്തുകയും ഇങ്ങനെ യുദ്ധം മുഴുവനും അവസാനിപ്പിക്കുകയും ചെയ്ത ശേഷം ആ സിംഹാസനത്തിലാണ് ഇരിക്കണം. അതുവരെ ഒപ്പത്തിനൊപ്പം ഇരുന്നവരായ രാജാക്കന്മാര് അടുത്തു വന്നിട്ട് കാൽക്കൽ വീണ് നമസ്കരിച്ച് ആയുധങ്ങള് അടിയറ വെച്ച് വണങ്ങും. സകല രാജാക്കന്മാർക്കും അധിപതി എന്ന നിലയിൽ ചക്രവർത്തിയായി അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ മഹാപരാക്രമത്തെ പ്രകാശിപ്പിച്ച ചക്രവർത്തിയുടെയും പിന്നത്തെ നില മഹാകഷ്ടം തന്നെയാണ്. അതെന്തെന്നാൽ ഈ മഹാരാജാവും സ്ത്രീ സംയോഗത്തിൽ നിന്നും മാത്രമേ പരമോത്കൃഷ്ട സുഖം സിദ്ധിക്കുകയുള്ളൂ എന്ന് കരുതുകയാണ്. തന്റെ മഹാരാജ്ഞിയുടെയും അവരുടെ ദാസികളുടെയും കൽപ്പനയ്ക്ക് കീഴടങ്ങി നടക്കുകയും അവരിഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു. അതായത് അവര് പറയണതിനനുസരിച്ച് കളിക്കുന്ന ഒരു കളിമാനെ പോലെ അങ്ങനെ ജീവിതം തള്ളി നീക്കുകയാണ്. അതുകൊണ്ട് ഹേ മഹേശ്വര, നിന്തിരുവടിയുടെ മായയുടെ ശക്തി അചിന്ത്യയായി തന്നെ ഇരിക്കണം. കരോതി കർമാണി തപസ്സു നിഷ്ഠിതോ
നിവൃത്തഭോഗസ്തദാപേക്ഷയാദൽ പുനശ്ച ഭൂയേയം അഹം സ്വരാടിതി പ്രവൃദ്ധതർഷോ ന സുഖായ കൽപ്പതേ. പ്രവൃദ്ധതർഷോ ന സുഖായ കൽപ്പതേ എന്ന് മാത്രമല്ല, ഈ മനുഷ്യലോകത്തിലെ ചക്രവർത്തിയായിരുന്നത് കൊണ്ടും മാനുഷ സ്ത്രീ സുഖത്തെ അനുഭവിച്ചതുകൊണ്ടും തൃപ്തിപ്പെടാതെ പിന്നെയും സുഖം അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അപ്പൊ എന്താ, ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ രാജ സുഖം ഉണ്ടല്ലോ, അത് അനുഭവിക്കാൻ കൂടി അവസരം ലഭിക്കണില്ല. പിന്നെയും വിചാരിക്കാണ്, ഞാൻ മരിച്ച ശേഷം ഇന്ദ്രനായിട്ട് ഭവിക്കണം, പിന്നെ ലോകത്തിൽ ജനിക്കുന്നതായാൽ ഇതിലും അധികരിച്ച സുഖാനുഭവത്തിന് ഉപകരിക്കുന്ന ആ ചക്രവർത്തി ശരീരം ലഭിക്കണം. ഇങ്ങനെയുള്ള ആശ അങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അപ്പൊ ഇപ്പോഴുള്ളതിനെ കൂടി അനുഭവിക്കണം, അതുകൊണ്ട് തൃപ്തിയില്ല, പിന്നെയും കൂടുതൽ സുഖം. ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടോ വേദങ്ങളിലും സ്മൃതികളിലും ശാസ്ത്രങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മചര്യം, വ്രതാനുഷ്ഠാനം, ദാനം, ജപം, ഹോമം മുതലായ പല കർമ്മങ്ങളും കഠിന തപസ്സുകളും ചെയ്യണം. അപ്പൊ എന്താ, ഈ ഇഹലോക സുഖാനുഭവത്തിനു കൂടി തരം വരണില്ല. ഇതൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ ഉള്ളത് സുഖം അനുഭവിക്കണ്ടോ? അതുമില്ല. അങ്ങനെ കേവലം ക്ലേശിച്ചു തന്നെ കാലം കഴിക്കേണ്ടതായിട്ട് വരുന്നു. ഭവാപവർഗോ ഭ്രമതോ യഥാ ഭവേൽ ജനസ്യ തർഹ്യച്യുത സൽസമാഗമ സത്സംഗമോ യർഹി തദൈവ സൽഗതൗ പരാവരേശേ ത്വയി ജായതേ മതി. ഇതേവരെ വിവരിച്ച ശ്ലോകങ്ങൾ കൊണ്ട് ബഹിർമുഖന്മാരായിരിക്കുന്നവർ ആരായാലും അവർക്ക് സംസാര സങ്കടം കടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അന്തർമുഖന്മാരായിരിക്കാൻ ഭാഗ്യം ഉണ്ടായാൽ അപ്പോ സംസാര സങ്കടം നശിക്കും എന്നുള്ളത് ഈ ശ്ലോകം മുതൽക്ക് വർണ്ണിക്കുകയാണ്. ഹേ നാശരഹിതനായ സ്വാമി, ഇങ്ങനെ ജനിച്ചും വിഷയഭോഗങ്ങളെ ആഗ്രഹിച്ചും അതിനനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിച്ചും അവസാനം മരിച്ചും പിന്നെ സ്വർഗാദിഭോഗങ്ങൾ അനുഭവിച്ചും വീണ്ടും ജനിച്ചും സംസാര ചക്രത്തിൽ ചുറ്റിത്തിരിയുന്ന ഒരുവന് ആ സങ്കടത്തിൽ നിന്ന് കരയേറുവാൻ എപ്പോ കാലം വരുന്നുവോ അപ്പോ നിന്തിരുവടിയുടെ പാദകമലത്തിൽ പരമപ്രേമത്തോടെ ഇരിക്കുന്ന ഭക്തന്മാരോട് ചേരുവാൻ സംഗതി വരും. എപ്പോൾ ഇങ്ങനെയുള്ള സത്തുക്കളോട് ചേരാൻ ഇടവരുന്നുവോ അപ്പോൾ അവരുടെ ഉപദേശം കേൾക്കാനും അത് നിമിത്തം വിഷയാശ നശിക്കാനും സംഗതി വരികയും അത് നിമിത്തം ഭക്തന്മാരുടെ പരമപദമായും ബ്രഹ്മാദിദേവന്മാർക്കും ആശ്രയമായും കാലകർമാദികളുടെ നേതാവായും ഇരിക്കുന്ന നിന്തിരുവടിയുടെ പാദകമലത്തിൽ ഭക്തി വർദ്ധിച്ചു വരികയും ചെയ്യും. ഇങ്ങനെ ഭക്തി വർദ്ധിക്കുമ്പോൾ മുക്തി താനെ തന്നെ സിദ്ധിക്കാതിരിക്കില്ല. മന്യേ മമാനുഗ്രഹൈശ തേ കൃതോ രാജ്യാനുബന്ധാപഗമോ യദൃച്ഛയാ യപ്രാർത്ഥ്യതേ സാധുഭിരേകചര്യയാ വനം വിവിക്ഷൽഭി അഖണ്ഡഭൂമിപൈ. ഹേ ഈശ്വര, നിന്തിരുവടിയുടെ കാരുണ്യപൂർവകമായ അനുഗ്രഹം എന്നിൽ ഇതിനു മുമ്പ് തന്നെ ഉണ്ടായിരിക്കണു എന്ന് ഞാൻ കരുതുന്നു എന്ന് പറയണം മുചുകുന്ദൻ. എന്തുകൊണ്ടെന്നാൽ വിവേകികളായ ചക്രവർത്തിമാർ വളരെ കാലം രാജ്യപരിപാലനം ചെയ്ത ശേഷം ഈ പദവി കൊണ്ട് സംസാര സങ്കടം തീരില്ല എന്നറിഞ്ഞ ഉടനെ രാജ്യപരിപാലന രൂപമായ ബന്ധം വിടർത്താനായിട്ട് കാട്ടിൽ ചെന്നിരുന്ന് നിന്തിരുവടിയുടെ പാദപത്മത്തെ ഏകാന്ത ഭക്തിയോടെ സേവിച്ചുകൊണ്ട് കാലം കഴിക്കുന്നു. അങ്ങനെ അവര് പ്രയത്നപ്പെട്ട് സാധിക്കുന്ന രാജ്യാനുബന്ധ നാശം എനിക്ക് യാതൊരു പ്രയത്നവും കൂടാതെ സാധിച്ചുല്ലോ. അത് നിന്തിരുവടി എന്നിൽ പ്രയോഗിച്ച അനുഗ്രഹത്തിന്റെ ഫലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയണം മുചുകുന്ദൻ. ബാക്കിയുള്ള ശ്ലോകങ്ങളെ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.